കുടിവെള്ളവും ജലക്ഷാമവും എല്ലാം എക്കാലത്തും കർണാടകയിൽ വലിയ ചർച്ചാ വിഷയമാണ്. കാവേരി നദീജല പ്രശ്നം ഇപ്പോഴും പുകഞ്ഞുകൊണ്ടിരിക്കുന്ന നാട്. ഈ തെരഞ്ഞെടുപ്പ് കാലത്തും വരൾച്ചയും ജലക്ഷാമവുമാണ് കർണാടകയിലെ മുഖ്യ ചർച്ചാ വിഷയം. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് ഉറപ്പായതോടെ കോൺഗ്രസും ബി.ജെ.പിയും പരസ്പരം കുറ്റം ചാർത്തലിന്റെ തിരക്കിൽ കൂടിയാണ്. എന്നാൽ ജലക്ഷാമം മൂലം ജീവിതം വഴിമുട്ടിയ കന്നഡ ഗ്രാമങ്ങളിലെ കർഷകർക്കും ചിലത് പറയാനുണ്ട്. ആ കാഴ്ചകളിലേക്കാണ്. വരൾച്ചയും ജലക്ഷാമവും പ്രചാരണായുധമായ കർണാടക തെരഞ്ഞെടുപ്പ് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതിനാൽ ഒരടി പിറകോട്ട് പോയാൽ വലിയ വില കൊടുക്കേണ്ടി വരുമെന്ന് രാഷ്ട്രീയ പാർട്ടികൾക്കറിയാം. വിത്തെറിഞ്ഞാൽ പൊന്നു വിളയുന്ന മണ്ണാണ് കർണാടകം. കാലം അത് പലതവണ തെളിയിച്ചതാണ്. എന്നാൽ ഇത്തവണത്തെ വേനൽ ഇവർക്ക് ദുരിതം മാത്രമാണ് സമ്മാനിച്ചത്. ജലാശയങ്ങളെല്ലാം വറ്റി വരണ്ടു. സംസ്ഥാനത്തെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് 15% താഴ്ന്നിരിക്കുന്നു. ജലസേചനം വഴിമുട്ടി. വായ്പയെടുത്ത് കൃഷിയിറക്കിയവർ കടക്കെണിയിലായി. ಏನು ಗೌರ್ಮೆಂಟ್ ಏನು ಮಾಡ್ತದೆ ಸರ್? ಏನು ಮಾಡಲ್ಲ. ಪರಿಹಾರ ಕೊಡ್ತೀವಿ ಅಂದರೂ ಅದು ಇಲ್ಲ. ಏನೇ ಮಾಡ್ತಾ ಇಲ್ಲ. ಒಟ್ಟಲ್ಲಿ ಏನಪ್ಪ ಅಂದ್ರೆ ನಾವೇ ಕಷ್ಟಪಡ್ತಾ ಇದ್ದೀವಿ. ಒಂದಷ್ಟು ಉಳಿಸಿದ್ದೀವಿ ಜೀವನ. ಇನ್ನು ಮುಂದಕ್ಕೆ ಏನಾಯ್ತದೋ ಗೊತ್ತಿಲ್ಲ. ಮಳೆ ಆಗಬೇಕಿತ್ತು, ಆಗಲಿಲ್ಲ. ಸುತ್ತ ಹೋಯ್ತಾ ಇದೆ ಬೇರೆ ಕಡೆ, ಇಲ್ಲ ಆಗಿಲ್ಲ. ಕನ್ನಂಬಾಡಿ ಕಟ್ಟೆಯಿಂದ ರಾತ್ರಿ ಹೋದ ತಮಿಳ್ನಾಡು ನೀರು ಎತ್ಬಿಟ್ರು. ನಮ್ಮ ಅಕ್ಕ ಇದಕ್ಕೆ ನೀರು ನಮ್ಮ ಮಂಡ್ಯ ಜಿಲ್ಲೆಗೆ ನೀರು ಕೊಟ್ಟಿಲ್ಲ. ಇದರದ್ದು MLA MP ಗಳು ಮಾತ್ರ ಅವ್ರಿಗೆ ಎಲೆಕ್ಷನ್ಗೋಸ್ಕರ ಗಿವಿಗೋಸ್ಕರ ಅವರು ತಮಿಳ್ನಾಡಿಗೆ ನೀರು ಎತ್ಬಿಟ್ರು. ನೈಟು നമുക്ക് കട്ട നീര് നമുക്ക് കൊടുത്തവരോ നമുക്ക് അത്രേ തോന്നര. സംസ്ഥാനമാകെ ബാധിച്ച കടുത്ത ജലക്ഷാമം പരിഹരിക്കാൻ സർക്കാർ സംവിധാനങ്ങൾ എന്ത് ചെയ്തുവെന്ന ചോദ്യം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുഴങ്ങി കേൾക്കുന്നുണ്ട്. ಇದೇ ಬೇರೆ ಅದೇ ಬೇರೆ ಏನು ಮಾಡೋಕ್ಕಾಯ್ತದೆ? ಈಗ ಜೋಬಲ್ಲಿ ಇದ್ರೆ ತಾನೇ ಖರ್ಚು ಮಾಡೋದು. ಕೆರೆಯಲ್ಲಿ ಇಲ್ವಲ್ಲ ನೀರು ಕಟ್ಟೆಲಿ, ಹಂಗಾಗಿ ಪ್ರಾಬ್ಲಮ್ಮು. ಒಂದು 10 ವರ್ಷಕ್ಕೆ ಹಿಂಗೆ ಆಯ್ತಾ ಇರ್ತದೆ. ಇದೇನು ಹೊಸ್ತೇನಲ್ಲ. ಒಂದು 7-8 ವರ್ಷಕ್ಕೆ ಒಂದ್ಸಲಿ ಈ ಥರ ವಾಟ್ರು ಮಳೆ ಬೀಳಲ್ಲ. ಮಳೆ ಬೀಳದೇ ಇದ್ದಾಗ ಕಟ್ಟೆ ತುಂಬಲ್ಲ. ಕಟ್ಟೆ ತುಂಬದಿದ್ರೆ ನೀರು ನಮಗಿಲ್ಲ. ನೀರು ಒಂದು ತೊಟ್ಟು ನೀರಿಲ್ಲ. ಬೋರು ನಿಂತೋಗ್ಬಿಟ್ಟವೆ. ಈಗ 8 ಬೋರು ಇಲ್ಲಿ ಇರೋ ಈ ಬೌಂಡ್ರಲ್ಲಿ 8 ಬೋರು ನಿಂತೋಗವೆ. ಎಲ್ಲ ಸ್ಟೊಪ ಕಡಿತದೆ. ಕರೆಂಟೂ ನ್ಯಾವ ಕೊಡ್ತಾ ಇಲ್ಲ. ಕರೆಂಟು ಒಂದು ಸ್ವಲ್ಪ ಕೊಟ್ಟರು ಕೊಡ್ದಾರಿಲ್ಲ. ಆಮೇಲೆ ನಾವು ಫೋನ್ ಹಾಕಿದಾಗ ಬತ್ತದ ನೋಡಿ ಅಂತಾರೆ. ಆಮೇಲೆ ಇದ್ದಾಗ ನೋಡಿದ್ರೆ ಬತ್ತನೇ ಇಲ್ಲ ಅಲ್ಲಿ ನೀರು. ಆ ಥರ ಎಲ್ಲ ಆಗ್ಬಿಟ್ಟೈತೆ. ജലക്ഷാമം രാഷ്ട്രീയ കക്ഷികൾക്ക് പ്രചാരണ വേദികളിൽ പരസ്പരം അടിക്കാനുള്ള വഴിയാണ്. സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചയെന്ന് ബി.ജെ.പിയും കേന്ദ്രം വരൾച്ചാ ദുരിതാശ്വാസം നൽകിയില്ലെന്ന് കോൺഗ്രസും ഓടി നടന്ന് പ്രചരിപ്പിക്കുകയാണ്. വേനലും തെരഞ്ഞെടുപ്പും കഴിയുമ്പോൾ കരിഞ്ഞുണങ്ങിയ കർഷകരുടെ വിളനിലങ്ങളായിരിക്കും കർണാടകയുടെ അവശേഷിപ്പ്. കർണാടകയിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ വരൾച്ചയും ജലക്ഷാമവും ദുരിതം വിതയ്ക്കുകയാണ്. നേരിടുന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധിയാണെന്ന് കർഷകർ പറയുന്നു. ജലക്ഷാമം പരിഹരിക്കാൻ സാധിക്കാത്തതിലെ ഉത്തരവാദിത്വം തെരഞ്ഞെടുപ്പ് പശ്ചാത്തലത്തിൽ പരസ്പരം ചാരി തലയുരുകയാണ് കോൺഗ്രസും ബി.ജെ.പിയും. കർണാടകയിലെ മണ്ഡിയിൽ നിന്നും സജിൻ ഗുരുവായൂരിനൊപ്പം അരുൺ പൂപ്പറമ്പ, 24.